ഹായ് ഓൾ ഫെല്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ബഗ് ബൗണ്ടി. എന്താണ് ബഗ് ബൗണ്ടി? നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ്. ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് പല വെബ്സൈറ്റുകളിൽ പോയി നമ്മൾ രജിസ്റ്റർ ചെയ്യാറുണ്ട്. പല ഇതിൽ പോയി നമ്മുടെ ഡാറ്റയും കാര്യങ്ങളും ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ഡാറ്റയും കാര്യങ്ങളും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആ വെബ്സൈറ്റിൻ്റെ ചുമതലയാണ്. കാരണം നമുക്കറിയാം, നാളെ ഒരു വലിയ ഹാക്ക് സംഭവിച്ച് ഈ കസ്റ്റമേഴ്സിൻ്റെ ഡേറ്റ എല്ലാം പുറത്ത് ലീക്കായി കഴിഞ്ഞാൽ അത് ബാധിക്കാൻ പോകുന്നത് ആ പർട്ടിക്കുലർ വെബ്സൈറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ റെപ്യൂട്ടേഷനെ തന്നെയാവും. അപ്പോൾ ഈ ഹാക്ക് എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമുക്കറിയാം, നമ്മൾ പല വൾണറബിലിറ്റീസിനെ കുറിച്ചൊക്കെ പഠിച്ചിരുന്നു. നമ്മുടെ എത്തിക്കൽ ഹാക്കിങ്ങിൽ ആ ഒരു സെക്ഷനിൽ നമ്മൾ പല വൾണറബിലിറ്റീസും അതെങ്ങനെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ വൾണറബിലിറ്റീസ് ഈ വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്താണ് ഈ പർട്ടിക്കുലർ ഡാറ്റാ ബ്രീച്ചും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള വൾണറബിലിറ്റീസ് ഒക്കെ കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന ഒരു പ്രതിഫലത്തെയാണ് ബഗ് ബൗണ്ടി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ ഒക്കെ കയ്യിലാണെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാരുടെ ഡേറ്റയാണ് കയ്യിലുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ച് ഒരു വലിയ ഡാറ്റാ ബ്രീച്ച് സംഭവിച്ചാൽ അത് വലിയ പ്രശ്നം തന്നെയാവും. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ് കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള വലിയ വലിയ പ്ലാറ്റ്ഫോംസ്, ഇപ്പോൾ ഫേസ്ബുക്ക് മാത്രമല്ല, ഗൂഗിള്, അങ്ങനെയുള്ള മെറ്റ, ഇപ്പോൾ എല്ലാവരും തന്നെ കൊടുക്കുന്നുണ്ട്. വലിയ വലിയ പ്ലാറ്റ്ഫോംസ് ഇങ്ങനെയുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ് കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന ഒരു റിവാർഡാണ് ഈ ബഗ് ബൗണ്ടി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇങ്ങനെയുള്ള വലിയ വലിയ പ്ലാറ്റ്ഫോംസ് അവർ വെബ്സൈറ്റ് പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് വിടുന്നതിന് മുമ്പ് ധാരാളം സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സിൻ്റെ സഹായത്തോടെ പലതരത്തിലുള്ള പെൻ ടെസ്റ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ടാവും എന്തായാലും ഈ പബ്ലിക്കിലേക്ക് വരുന്നത്. കാരണം മാക്സിമം വൾണറബിലിറ്റീസ് ഇവർ പാച്ച് ചെയ്തിട്ടാവും പബ്ലിക്കിലേക്ക് വരുന്നത്. പക്ഷേ ഇതിൽ ഡെവലപ്പ് ചെയ്യുന്നതും ടെസ്റ്റ് ചെയ്യുന്നതും എല്ലാം ഹ്യൂമൻസ് തന്നെയാണ്. അപ്പോൾ അവരുടെ കണ്ണിൽ പെടാതെ എന്തായാലും 1-2 വൾണറബിലിറ്റീസൊക്കെ തീർച്ചയായും കാണും. അങ്ങനെയുള്ള വൾണറബിലിറ്റീസ് ഒക്കെ കണ്ടുപിടിക്കുന്നവർക്കാണ് മെയിനായിട്ട് ഇവർ ബൗണ്ടി കൊടുക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് മെയിനായിട്ടുള്ളത് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ആണ്. ഈ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത് കുഴപ്പമില്ല, അവരിങ്ങനെ ഒരു വലിയൊരു സെക്യൂരിറ്റി ബഗ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവരത് ആ ഓർഗനൈസേഷനെ അറിയിക്കും, എന്തെങ്കിലും റിപ്പോർട്ട് വഴി അറിയിക്കും. ഇതൊക്കെയാണ് ഈ ഒരു ബഗ് കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത് അവർ ഈ ബഗ് എക്സ്പ്ലോയിറ്റ് ചെയ്ത് വേണമെങ്കിൽ ഡാറ്റാബേസ് ഫുൾ ആക്സസ് ചെയ്തിട്ട് ഈ ഡാറ്റാസ് എല്ലാം ഡാർക്ക് വെബ് വഴി പബ്ലിക്ലി പബ്ലിഷ് ചെയ്യും. അതെന്ന് പറയുന്നത് വളരെ വലിയ പ്രശ്നമാണ്. അങ്ങനെ നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പർട്ടിക്കുലർ വലിയ വലിയ പ്ലാറ്റ്ഫോംസൊക്കെ ഇങ്ങനെയുള്ള ബഗ് ബൗണ്ടി പ്രോഗ്രാമൊക്കെ പുറത്തുവിടുന്നത്. അപ്പോൾ നമുക്ക് ഈ ബഗ് ബൗണ്ടി ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് വരുന്നത് ബഗ്ക്രൗഡ്, ഹാക്കറോൺ ഒക്കെയാണ്. അത് ഞാൻ കാണിക്കാം എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കിതിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് വെബ്സൈറ്റ്സ് ആണ്. വെബ്സൈറ്റിൽ മാത്രമല്ല പറയാം, ഒന്നാമത് വരുന്നത് വെബ് ആപ്ലിക്കേഷനാണ്. നമുക്ക് വെബ് ആപ്ലിക്കേഷൻ വരുമ്പോൾ അതിൽ വെബ്സൈറ്റ് നമുക്ക് ലിങ്ക് തരും, നമുക്ക് അവിടെ പോയി അവിടെ ടെസ്റ്റ് ചെയ്യാവുന്നതാണ് ബഗ്സും കാര്യങ്ങളൊക്കെ. പിന്നെ വരുന്നത് ആൻഡ്രോയിഡ് ടെസ്റ്റിംഗ് ആണ് വരുന്നത്. അതേപോലെ തന്നെ iOS വരുന്നുണ്ട്. അതേപോലെ തന്നെ API വരുന്നുണ്ട്, അതായത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് ആണ്. നമുക്ക് API ഓൾസോ ടെസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ബഗ് ബൗണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സ്കിൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിപ്പോൾ ഓരോ വെബ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ അത് ബേസ് ചെയ്തിരിക്കും, ആൻഡ്രോയിഡ് ആണെങ്കിൽ അത് ബേസ് ചെയ്തിരിക്കും. എന്നാലും തന്നെ ജനറലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സ്കില്ലും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് HTTP പ്രോട്ടോക്കോൾസ് എല്ലാം തന്നെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ HTTP പ്രോട്ടോക്കോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിരിക്കണം. അതേപോലെ തന്നെ നെറ്റ്വർക്ക് സെക്യൂരിറ്റിയുടെ കാര്യത്തിലും നല്ല ബേസ് ക്ലിയർ ആയിരിക്കണം. പിന്നെ വരുന്നത് ലിനക്സ് ബേസിക്സ് ആണ്. ലിനക്സ് ബേസിക്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കൂടുതലും ചെയ്യുന്നതും ഇപ്പോൾ ബഗ് ബൗണ്ടി ചെയ്യുന്നവരാണെങ്കിലും കൂടുതലും ഉപയോഗിക്കുന്ന OS എന്ന് പറയുന്നത് ലിനക്സ് ആയിരിക്കും. പല ടൂൾസും കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യണമെങ്കിലും ലിനക്സ് ആയിരിക്കും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ക്രിപ്റ്റോഗ്രഫിയാണ്. ക്രിപ്റ്റോഗ്രഫിയിൽ എന്തൊക്കെയാണ് എൻക്രിപ്ഷന്, എൻകോഡിങ്, ഹാഷിങ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ വരുന്നത് ഓതൻറ്റിക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഒരു പർട്ടിക്കുലർ യൂസറിൻ്റെ പ്രിവിലേജ് എസ്കലേറ്റ് ചെയ്യാൻ പറ്റുന്ന ബഗ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം വെബ്സൈറ്റിലൊക്കെ കണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടോ എന്നറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് OWASP ടോപ്പ് 10 വൾണറബിലിറ്റീസ് ആണ്. അതായത് ഓപ്പൺ വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി പ്രൊജക്റ്റ് ഓരോ 4 വർഷം കൂടി നിൽക്കുമ്പോഴും ടോപ്പ് നിൽക്കുന്ന കുറച്ച് വൾണറബിലിറ്റീസിൻ്റെ ലിസ്റ്റ് വിടും. അപ്പോൾ ആ വൾണറബിലിറ്റീസ് എല്ലാം എന്താണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഓൾസോ ക്ലിയർ ആയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ മറ്റൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഓൾറെഡി ബഗ് ബൗണ്ടിയൊക്കെ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിഗിനർ ആണെങ്കിൽ
ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ബഗ് കണ്ടുപിടിച്ച ആൾക്കാരുടെയൊക്കെ റിപ്പോർട്ട്സ് നല്ലോണം വായിക്കുക. അവരെന്ത് മെത്തേഡ് യൂസ് ചെയ്താണ് ആ പർട്ടിക്കുലർ വൾനറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്തത്. അങ്ങനെയുള്ള ധാരാളം റിപ്പോർട്ടുകളൊക്കെ നമ്മുടെ ഇൻ്റർനെറ്റിൽ തന്നെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഇപ്പോൾ ഹാക്കറോൺ എന്ന പ്ലാറ്റ്ഫോം പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് റിപ്പോർട്ട്സ് എന്ന സെക്ഷനിൽ ആൾക്കാർ നേരത്തെ കണ്ടുപിടിച്ച ബഗിൻ്റെയൊക്കെ റിപ്പോർട്ട് ഉൾപ്പെടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ റിപ്പോർട്ട് വായിക്കുക. അല്ലെങ്കിൽ മീഡിയം എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ ധാരാളം റൈറ്റപ്സും ബ്ലോഗും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതൊക്കെ ധാരാളം വായിച്ചുകൊണ്ടേ ഇരിക്കുക. എന്നിട്ട് അവർ ചെയ്യുന്ന മെത്തേഡ് നമ്മൾ ബഗ് ബൗണ്ടി ചെയ്യുമ്പോൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഓൾസോ നമുക്കൊരു ബഗ് ബൗണ്ടി കിട്ടാനുള്ള ചാൻസ് വളരെ അധികമാണ്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മെയിൻ 2 ബഗ് ബൗണ്ടി പ്ലാറ്റ്ഫോംസിനെ കുറിച്ച് എന്ന് പറയുന്നത് ബഗ്ക്രൗഡ് ആൻഡ് ഹാക്കറോൺ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ബഗ്ക്രൗഡിൻ്റെ വെബ് പേജ്. അതേപോലെ തന്നെ ഹാക്കറോൺ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതെങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് തന്നെ ഹാക്കറോൺ ആണ്. ഇവിടെ നമുക്ക് കാണാം ഡാഷ്ബോർഡ്. നമ്മൾ ബഗ് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് പ്രോഗ്രാംസ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെയൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കാണാം, ഞാൻ പറഞ്ഞ പോലെ പല പല വെബ്സൈറ്റും ഓർഗനൈസേഷനും കാര്യങ്ങളും അവരുടെ വെബ്സൈറ്റ് നമുക്ക് ഇതുപോലെ ബഗ് ഹണ്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ഏതിൽ വേണമെങ്കിലും ചെന്നിട്ട് നമുക്ക് ബഗ് ഹണ്ടിങ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഇതാ കാണാം web.com. ഇതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ പോയിന്റ്സ് എന്ന് പറയുന്നത് $7,500 ആണ്. ഇന്ത്യൻ മണി അല്ല. എന്ന് പറയുമ്പോൾ എത്രത്തോളം വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കാം. $7,500 ആണ് ഒരു വൾനറബിലിറ്റിക്ക് ഇവർ കൊടുക്കുന്നത്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കാണാം. എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ട ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. സ്റ്റെപ്പ് ടു റിപ്രൊഡ്യൂസ്, നമ്മൾ ഓരോ സ്റ്റെപ്പും എന്തൊക്കെയാണ് നമ്മൾ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെന്ന് പറയുന്നത് ഇൻസ്കോപ്പ് ആണ്. ഇൻസ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ നമ്മളേക്ക് അനുവദിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇത്രയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയുമാണ് ഇവരുടെ വെബ്സൈറ്റിൽ ടെസ്റ്റ് ചെയ്യാൻ അനുവാദമുള്ളത്. ഇതല്ലാതെ നമുക്ക് പുറത്തുള്ളതൊന്നും ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അഥവാ ടെസ്റ്റ് ചെയ്ത് നമ്മളൊരു ബഗ് കണ്ടുപിടിച്ചാലും അതവർ അക്സെപ്റ്റ് ചെയ്യില്ല. ഈ ഒരു ഇത്രയും കൊടുത്തിരിക്കുന്ന ഡൊമൈൻസിൽ നമ്മൾ എന്തെങ്കിലും ബഗ് കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് വാലിഡ് ബഗ് ആണെങ്കിൽ നമുക്ക് അതിനുള്ള റിവാർഡ് അവർ തരും. നമുക്കിവിടെ ഒരു ഐ ബട്ടൺ കാണാൻ സാധിക്കും. ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും എന്തൊക്കെ വൾനറബിലിറ്റീസ് ആണ് ഇതുവരെയുള്ള ആളുകൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. നമുക്ക് കാണാം എക്സസസ് ഉണ്ട്, ബ്രോക്കൺ ഒതൻറ്റിക്കേഷന്, സെർവർ സൈഡ് ഇൻജക്ഷന്, അങ്ങനെയുള്ള പലതരത്തിലുള്ള വൾനറബിലിറ്റീസ് ആളുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ടോട്ടലായിട്ട് തന്നെ എക്സസസ് തന്നെ പലതരത്തിലുള്ള നമുക്ക് കാണാം, അറിയാം. നമുക്ക് റിഫ്ലക്റ്റഡ്, സ്റ്റോർഡ്, ഡോം ഒക്കെ ഉണ്ട്. അത് തന്നെ ഏകദേശം 46 കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ന് പറയുന്നത് വളരെ കോമ്പറ്റീഷൻ വളരെ ഹൈ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ ബഗ്ക്രൗഡ് എന്ന് പറയുന്നത്. നമുക്ക് കാണാം ഹാൾ ഓഫ് ഫെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഗ് കണ്ടുപിടിച്ച് പേയ്മെൻറ്റ് കിട്ടിയവർക്ക് അവരവരൊരു ഹാൾ ഓഫ് ഫെയിം എന്ന ലിസ്റ്റിലേക്ക് അവരുടെ പ്രൊഫൈൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏകദേശം 116 പേരുണ്ട്. പിന്നെ റീസെൻ്റ്ലി ജോയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിലേതെങ്കിലും ഇപ്പോൾ ജോയിൻ ചെയ്ത് ബഗ് ഹണ്ടിങ് ആരംഭിക്കുകയാണെങ്കിൽ നമുക്കിവിടെ നമ്മുടെ പ്രൊഫൈലിൻ്റെ പേര് ഓൾസോ ഇവിടെ വരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് ഇൻസ്കോപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കിവിടെ കാണാം P1, P2, P3, P4, P5 വരെയുണ്ട്. ഈ P1 എന്ന് പറയുന്നതാണ് കണ്ടോ ഏറ്റവും കൂടുതൽ പേ കൊടുക്കുന്നത് P1-നാണ്. P1 എന്ന് പറയുന്നത് ഏറ്റവും ഹൈ വൾനറബിലിറ്റിയാണ്. അതായത് ക്രിട്ടിക്കൽ വൾനറബിലിറ്റി, അതായത് വളരെ ആ വെബ്സൈറ്റിനെ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് വരുന്ന രീതിയിലുള്ള വൾനറബിലിറ്റീസ് ആയിരിക്കും P1 എന്ന് പറയുന്നത്. P2 എന്ന് പറയുന്നത് അതിന് കുറച്ചുകൂടെ താഴെയുള്ളതാണ്. അതിലായിരിക്കും P2 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ P3 ഉണ്ട്, അതിനോട് കുറച്ച് താഴെ. P4, P5 ഉണ്ട്. P5 എന്ന് പറയുന്നത് ഇൻഫർമേഷണലാണ്. അതൊരു വാലിഡ് ബഗ് ആണെങ്കിൽ കൂടെ സെക്യൂരിറ്റിയെ അത്ര രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ അതവർ ഇൻഫർമേഷൻ എന്ന രീതിയിൽ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അതാണ് P5 എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ബഗ് നമുക്ക് ബൗണ്ടി കിട്ടാൻ ചാൻസ് ഉള്ള എന്ന് പറയുന്നത് P1, P2, P3, P4 ആണ്. അപ്പോൾ ഇതൊക്കെയാണത്. അപ്പോൾ അതുപോലെ ഔട്ടോസ്കോപ്പ് നമുക്ക് കാണാം. ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ അനുവാദം ഇല്ലാത്തതാണ് ഇതൊക്കെയെന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഔട്ടോസ്കോപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാണാൻ സാധിക്കും. എന്തൊക്കെ ഔട്ടോസ്കോപ്പ് നമുക്ക് കാണാം. എന്തൊക്കെ വൾനറബിലിറ്റീസ് ആണ് ഔട്ടോസ്കോപ്പ് ഉള്ളത്, അത് ചെയ്യാൻ പാടുള്ള കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെ അവരുടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ബഗ് ബൗണ്ടി കാര്യങ്ങൾ ഒരു പ്രോഗ്രാം കയറി നമ്മൾ ഇവിടെ സബ്മിറ്റ് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബഗ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എന്താണ് അതിൻ്റെ പേര് കൊടുത്തിട്ട് റിപ്പോർട്ട് ചെയ്യാം. അവർ മാക്സിമം നമുക്ക് കാണാം അവർ കൊടുത്തിട്ടുണ്ടാവും 3 days 3 ദിവസത്തിനുള്ളിൽ അവരൊരു റിപ്ലൈ തരുന്നതായിരിക്കും നമുക്ക് ആ ബഗിനെ കുറിച്ച് നമ്മൾ കൊടുത്ത റിപ്പോർട്ടിനുള്ള റിപ്ലൈ ആയിട്ട്. ഏകദേശം 556 വൾനറബിലിറ്റിക്ക് അവർ റിവാർഡ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ബഗ്ക്രൗഡിൻ്റെ കാര്യം പറയുമ്പോൾ. അതേപോലെ തന്നെ പ്രോഗ്രാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്തെന്ന് പറയുന്നത് പ്രോഗ്രാമിൽ മറ്റൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇതെന്ന് പറയുന്നത് ഒരു ബൗണ്ടി പ്രോഗ്രാമാണ്.
ബൗണ്ടറി പ്രോഗ്രാം മാത്രമല്ല ബഗ്ക്രൗഡിൽ വരുന്നത്. ബഗ്ക്രൗഡല്ല ഏതൊരു പ്ലാറ്റ്ഫോമിൽ വരുന്നത്. അതേപോലെ ഡിസ്ക്ലോഷർ പ്രോഗ്രാം ഉണ്ട്. ഈ ഡിസ്ക്ലോഷർ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇവിടെ ബൗണ്ടറി ഇല്ല. പകരം നമുക്ക് ജസ്റ്റ് അവരുടെ വെബ്സൈറ്റിലും കാര്യങ്ങളൊക്കെ ഇതിൽ ബഗ് ഉണ്ടെന്ന് അറിയിക്കാം. അവർ അവരുടെ ഹാൾ ഓഫ് ഫെയിമിലേക്ക് നമ്മുടെ പേര് ആഡ് ചെയ്യും. അതൊരു വാലിഡ് ബഗ് ആണെങ്കിൽ. ഇവിടെ നമുക്ക് ബൗണ്ടറി ഒന്നും തന്നെ കിട്ടില്ല. പകരം നമുക്ക് ഇവരുടെ ഈ ഹാൾ ഓഫ് ഫെയിം ലിസ്റ്റിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ബഗ് കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഹാൾ ഓഫ് ഫെയിം വരികയാണെങ്കിൽ, അതൊക്കെ ലിങ്ക്ഡിനിലൊക്കെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു അച്ചീവ്മെൻ്റ് ആണ്. ബൗണ്ടറിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂവിൽ പറയുകയാണെങ്കിൽ അതൊരു വളരെ അച്ചീവ്മെൻറ്റ് തന്നെയാണ്. നിങ്ങളെ ഒരു പെൻ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ. ഓക്കെ, അതേപോലെ തന്നെ നമുക്കിവിടെ ഡിസ്കവറി കാണാൻ സാധിക്കും. ഡിസ്കവറി എന്ന് പറയുന്നത് ഒന്നുമില്ല, നമുക്ക് പല പല പ്രോഗ്രാംസാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും കൂടുതൽ പേ ഔട്ട് കൊടുക്കുന്ന പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെയാണിത്. അതേപോലെ തന്നെ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള വൾണറബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ പലതും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ചൊക്കെ P5 ഞാൻ പറഞ്ഞ P5 ആണ് കിട്ടിയിട്ടുള്ളത്. ബഗ്ഗൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ പലതും നോട്ട് ആപ്ലിക്കബിൾ, നോട്ട് റിപ്യൂസിബിൾ, ഔട്ട് ഓഫ് സ്കോപ്പ് അങ്ങനെയുള്ള പലതും കിട്ടും. അത് കോമൺ ആണ്. നമ്മൾ ആദ്യം ഒരു ബഗ് ബൗണ്ടറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിക്കപ്പോഴും നമുക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും റിസൾട്ട് കിട്ടുന്നത്. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ട്രൈ ചെയ്ത് കുറേ ട്രൈ ചെയ്ത് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ കീപ് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ ബഗ് ബൗണ്ടറി ചെയ്യുന്നവരാണെങ്കിൽ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതുപോലെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ പേയ്മെൻ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ അറിയാൻ കഴിയും. അതേപോലെ ലീഡർ ബോർഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ബഗ് കണ്ടുപിടിച്ചവരുടെ പേരൊക്കെ ഇവിടെ ലിസ്റ്റ് ആവുന്നതാണ്. അങ്ങനെ പലതുണ്ട്. ഇനി നമുക്ക് ഹാക്കറോണിലേക്ക് വരികയാണെങ്കിൽ അതേപോലെ തന്നെയാണ് കാര്യങ്ങളും. ഇവിടെയും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കാണാം സൊമാറ്റോ അവരുടെ പ്രോഗ്രാം ഇട്ടിട്ടുണ്ട്. ഏകദേശം $6000 വരെ അവർ കൊടുക്കുന്നുണ്ട് ബൗണ്ടറി പ്രോഗ്രാമിന്. അങ്ങനെ പല പ്ലാറ്റ്ഫോംസും കാണാൻ സാധിക്കും ഇവിടെ. സെയിം ബഗ്ക്രൗഡിലുള്ള പോലെ തന്നെ ഇവിടെയും പല റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആക്ടിവിറ്റി എന്നൊരു സെക്ഷനുണ്ട്. ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇത് കാരണം നമുക്ക് ആളുകൾ റിപ്പോർട്ട് ചെയ്ത വൾണറബിലിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വായിക്കാൻ സാധിക്കും. അത് എന്ത് മെത്തേഡ് യൂസ് ചെയ്താണ് അവർ ആ ബഗ് കണ്ടുപിടിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ബഗിനെ കുറിച്ച് വായിക്കണമെങ്കിൽ ന്യൂ ടാബിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ ബഗ്, അതെങ്ങനെയാണ് അവർ കണ്ടുപിടിച്ചത് എന്നുള്ള സകല മെത്തേഡും കാര്യങ്ങളൊക്കെ അവരിവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന റിപ്പോർട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതാ കണ്ടോ, ഇങ്ങനെ നമുക്ക് വായിച്ചു നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ ബഗ് സ്യൂട്ട് റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ബഗ് ബൗണ്ടി ചെയ്യുന്നൊരു നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ടൂളാണ് ഈ ബഗ് സ്യൂട്ട് എന്ന് പറയുന്നത്. ബഗ് സ്യൂട്ടിനെ കുറിച്ചൊരു വിശദമായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും എന്തായാലും. അപ്പോൾ ബഗ് സ്യൂട്ട് എന്ന ടൂൾ നിങ്ങൾ പരിചയമില്ലെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ടൂളാണ് ബഗ് സ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹാക്കറോണിലൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ആളുകൾ റിപ്പോർട്ട് ചെയ്ത വൾണറബിലിറ്റീസിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വായിക്കാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ലീഡർ ബോർഡ് ഉണ്ട്. അങ്ങനെ പല ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ബഗ് ബൗണ്ടറി കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമല്ല ഈ ബഗ് ബൗണ്ടറി എന്ന് പറയുന്നത്. നല്ല കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡ് തന്നെയാണ്. ബട്ട് നിങ്ങളൊരു ജോബൊക്കെ അന്വേഷിക്കുന്നതാണെങ്കിൽ, സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ പെൻ ടെസ്റ്റിംഗ് മേഖലയിൽ ജോബ് അന്വേഷിക്കുന്നതാണെങ്കിൽ, നിങ്ങൾ നല്ലൊരു ബഗ് ഹൗണ്ടർ ആണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ജോബ് വളരെ ഈസി ആവും. കാരണം ബഗ് ബൗണ്ടറി നല്ല ഫ്ലുവൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ജോബിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് സെയിം മെത്തേഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും വർക്കും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നോളജ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഈ ബഗ് ബൗണ്ടറി കാര്യങ്ങളും ചെയ്യുന്നതിലൂടെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ എന്താണ് ബഗ് ബൗണ്ടറി, ഇതിലുള്ള പല പ്രോഗ്രാംസ്, പ്ലാറ്റ്ഫോംസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ബഗ് ബൗണ്ടറി ചെയ്യാൻ താല്പര്യമുള്ളതിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ബഗ് ബൗണ്ടറി ചെയ്യുന്ന ഒരു ധാരാളമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും റീച്ച് ഔട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു, ബൈ.